ഒരു വലിയ ലെങ്തി പരിപാടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. പവർ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്, അതാണ് ഇവിടുത്തെ അൾട്ടിമേറ്റ് എയിം. അപ്പോൾ എന്റെ പവറും കാണണം, ബിന്റെ പവറും കാണണം. ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് 8 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ബീന്റെ മേലുള്ള പവർ എന്തായിരിക്കും? ഹായ് ഓൾ, വെൽക്കം ടു DNA ലേണിംഗ്. സോ ഇന്ന് നമ്മളൊരു കിഡിലൻ ട്രിക്ക് ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നോക്ക്, കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണിത് അല്ലേ. അപ്പോൾ നോക്ക്, എന്താണ് ചോദ്യം? 2A + B = C+D അല്ലേ. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ത് എഴുതണം? റേറ്റ് ഇക്വേഷൻ ആണ് നമ്മളോട്, റേറ്റ് ഇക്വേഷൻ കാണലാണ് നമ്മളെ പണി അല്ലേ. പക്ഷെ നമുക്ക് തന്നത് എന്താണ്? നമുക്ക് തന്നത് കുറച്ച് എക്സ്പെരിമെന്റും അതിന്റെ കുറച്ച് റിസൾട്ടുകളാണ് നമുക്ക് തന്നത് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? റേറ്റ് ഇക്വേഷൻ കാണണം അല്ലേ. സാധാരണ നമ്മൾ ബോർഡ് എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യല്? ഓരോന്നിന്റെയും ഓരോ എക്സ്പെരിമെന്റിന്റെയും റേറ്റ് ഇക്വേഷൻ എഴുതും അല്ലേ. എന്നിട്ട് 1/2 എഴുതും, 2/3 ചെയ്യും. അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഒരു വലിയ ലെങ്തി പരിപാടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. പക്ഷെ എൻട്രൻസിന് നമുക്ക് ഇതിനൊന്നും സമയമില്ല അല്ലേ. എൻട്രൻസിന് 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റിൽ കുറവുള്ള സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് സോൾവ് ചെയ്തെടുക്കണം അല്ലേ. അതിനെന്താ പണി? നോക്കടാ, ശ്രദ്ധിക്ക്. ഈ ഒരൊറ്റ മിനിറ്റിനുള്ളിൽ അല്ലേ, കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്ക്, ഇതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, എത്ര ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്ക് ശ്രദ്ധിക്കടാ. ആദ്യം ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്, ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്? റേറ്റ് ഇക്വേഷൻ = K × കോൺസെൻട്രേഷൻ ഓഫ് A × കോൺസെൻട്രേഷൻ ഓഫ് B അല്ലേ. ഇവിടെ എൻ്റെയും ബിൻ്റെയും പവർ ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്, അതാണ് ഇവിടുത്തെ അൾട്ടിമേറ്റ് എയിം. എൻ്റെയും ബിൻ്റെ പവർ കാണല്. നോക്ക്, ഞാൻ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് എന്റെ പവർ ആണ്. എന്റെ പവർ കിട്ടണമെങ്കിൽ ഞാൻ ആരെ ഫിക്സ് ചെയ്യണം? ബീനെ ഫിക്സ് ചെയ്യണം അല്ലേ. അതായത് ബീന്റെ സെയിം വാല്യൂസ് ഉള്ള എക്സ്പെരിമെന്റ് എടുക്കണം. നോക്ക്, അതായത് B 0.1. അപ്പൊ ഇവിടെ എന്തായി? ബീന്റെ വാല്യൂ എന്തായടാ? ഫിക്സ് ആയി അല്ലേ. അപ്പൊ ബീന്റെ വാല്യൂ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്? എനെ ഞാൻ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. 0.1നെ 0.4 ആക്കി എന്ന് പറഞ്ഞാൽ എനെ ഞാൻ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? റേറ്റും എന്തായി? 6 ഉള്ളത് എന്തായിട്ട് മാറിയടാ? 24 ആയിട്ട് മാറി അല്ലേ. 6 × 10⁻³ എന്തായിട്ട് മാറി? 24 × 10⁻³ ആയിട്ട് മാറി. ഇവിടെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ റേറ്റിലും എന്തായി? 4 ടൈംസ് മൾട്ടിപ്ലൈഡ് ആയി. അതായത് എന്റെ കോൺസെൻട്രേഷനിൽ നമ്മൾ എന്ത് ചെയ്തോ അതിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് റേറ്റിൽ വന്നു. അതായത് എന്റെ മേലുള്ള പവർ എന്താടാ? എന്റെ മേലുള്ള പവർ എന്താ? 1 ആണ് അല്ലേ. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ ബീന്റെ പവർ കാണാൻ പോവാ. എങ്ങനെ ബീന്റെ പവർ കാണേണ്ടത്? എടാ, ബീന്റെ പവർ കിട്ടണമെങ്കിൽ ആരെ ഫിക്സ് ചെയ്യണം? എനെ ഫിക്സ് ചെയ്യണം. ഞാൻ എനെ ഫിക്സ് ചെയ്യട്ടെ. നോക്ക്, എനെ ഫിക്സ് ചെയ്യണമെങ്കിൽ നോക്ക് 0.3 എനെ ഫിക്സ് ചെയ്തു. ഇനി ബീനെ ഞാൻ എന്താ ചെയ്തത്? ബീനെ ഞാൻ ഡബിൾ ചെയ്തു. ബീനെ ഞാൻ ഡബിൾ ചെയ്തപ്പോ നോക്കടാ, ബീനെ ഞാൻ ഡബിൾ ചെയ്തപ്പോ റേറ്റിൽ എന്താ സംഭവിച്ചത്? 7 ഉള്ളത് 28.8 ആയിട്ട് മാറി അല്ലെ. 7.2 ഉള്ളത് 4 ടൈംസ് ആയിട്ട് മാറി. ഇവിടെ ഡബിൾ ചെയ്തപ്പോ റേറ്റ് 4 ടൈംസ് ആയിട്ട് മാറി. അതിനർത്ഥം ബീന്റെ മേലുള്ള പവർ എന്തായിരിക്കുംടാ? ബീന്റെ മേലുള്ള പവർ എന്തായിരിക്കും? സ്ക്വയർ ആവണ്ടേ? നാലല്ലേ ഡബിൾ ആവുമ്പോ റേറ്റ് എന്താവുള്ളൂ? 4 ടൈംസ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബീന്റെ മേലുള്ള പവർ എന്തായേ പറ്റൂ? 2 ആയേ പറ്റൂ. മനസ്സിലായോ? ഇതാണ് റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഈസ് ഈക്വൽ ടു K × A⁻1 × B⁻2. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പവർ കിട്ടണമെങ്കിൽ നിങ്ങൾ ബീനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നോക്ക്, എനെ ഞാൻ 4 ടൈംസ് കൺവേർട്ട് ചെയ്തപ്പോൾ റേറ്റിലും എന്തായി? 4 ടൈംസ് ആയിട്ട് മാറി. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ പവർ 1. ഇനി ബീനെ കിട്ടണമെങ്കിൽ ഞാൻ ആരെ ഫിക്സ് ചെയ്യണോടാ? എനെ ഫിക്സ് ചെയ്യണം അല്ലെ. എനെ ഫിക്സ് ചെയ്തപ്പോൾ ബീനെ ഞാൻ ഡബിൾ ചെയ്തു. ബീനെ ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് 4 ടൈംസ് ആയിട്ട് മാറി. അതായത് ബീന്റെ മേലുള്ള പവർ എന്താ? 2 അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് റേറ്റ് ഇക്വേഷൻ എഴുതുക. നോക്ക്, സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കടാ. ഇവിടെയും ഇതേ പരിപാടി. നമുക്കൊരു എക്സ്പെരിമെന്റ് തന്ന് നമുക്ക് എന്ത് കാണാൻ പറഞ്ഞ്? റേറ്റ് ഇക്വേഷൻ കാണാൻ പറഞ്ഞ്. എങ്ങനെ ചെയ്യും? ആദ്യം എനിക്ക് കാണേണ്ടത് എന്റെ പവറാന്ന് വിചാരിക്ക്. എ ഉണ്ട്, പറയടാ, എ ഉണ്ട്, ബി ഉണ്ട്. ഇതല്ലേ നമ്മുടെ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഈസ് ഈക്വൽ ടു K × A × B അല്ലേ. അപ്പൊ എന്റെ പവറും കാണണം, ബിന്റെ പവറും കാണണം. എങ്ങനെ എന്റെ പവർ കാണാം? എന്റെ പവർ കാണെങ്കിൽ ഞാൻ ആരെ ഫിക്സ് ചെയ്യണം? ബീനെ ഫിക്സ് ചെയ്യണം. നോക്ക്, 0.12 ഉണ്ട്, 0.024 ഉണ്ട്. ഫസ്റ്റ് എക്സ്പെരിമെന്റും തേർഡ് എക്സ്പെരിമെന്റിലേക്ക് നോക്കി. ഇവിടെ ഞാൻ ബീനെ ഫിക്സ് ചെയ്തു. സെയിം. അങ്ങനെ ബീനെ ഫിക്സ് ചെയ്തപ്പോൾ എനെ ഞാൻ എന്താ ചെയ്തത്? എനെ ഞാൻ നേരെ ഡബിൾ ചെയ്തു അല്ലെ. 0.012 നേരെ ഡബിൾ ചെയ്തപ്പോൾ റേറ്റിൽ എന്താ സംഭവിച്ചത്? റേറ്റിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. എനെ ഞാൻ എന്ത് കാട്ടിയിട്ടും കാര്യമില്ല. ഇതിന്റെ റേറ്റിൽ യാതൊരു സംഭവം വന്നിട്ടില്ലെങ്കിൽ അതായത് റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എ. അതായത് എന്റെ മേലുള്ള പവർ 0. ഐഡിയ കിട്ടിയോ?
ഐഡിയ കിട്ടിയോ? അതേപോലെ ബീൻ്റെ എങ്ങനെ നമ്മൾ കാണാം? ബീൻ്റെ കിട്ടണമെങ്കിൽ ആരെ ഫിക്സ് ചെയ്യണം? എനെ ഫിക്സ് ചെയ്യണം. നോക്ക് 1 ഉം 4 നോക്ക്, 1 ഉം 4 നോക്ക്. 1 ഉം 4 നോക്കുന്ന സമയത്ത് ഇയാളും ഞാൻ ഫിക്സ് ചെയ്തു അല്ലേ. ഇനി ബീനെ നോക്ക്, ബീനെ ഞാൻ 0.035 നിന്ന് 0.07 വന്നപ്പോൾ എന്തായി? ഡബിളായി അല്ലേ. ഇവിടെ ഡബിൾ ചെയ്തപ്പോൾ ഇവിടെ റേറ്റ് എന്തായിട്ട് മാറി? 8 ടൈംസ് ആയിട്ട് മാറി അല്ലേ. ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് 8 ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ബീൻ്റെ മേലുള്ള പവർ എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. നാലല്ലേ റേറ്റ് 8 ടൈംസ് ആയിട്ട് മാറുള്ളൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഇക്വേഷൻ എന്താ? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 0 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 3 അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ കെ ഇൻറ്റു ബി റേസ് ടു 3 ഇതാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എൻട്രൻസ് എക്സാമിന് നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.